നമസ്കാരം. നമസ്കാരം. പുലർക്കാലം പരിപാടിയിലേക്ക് ജീവൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഫ്രൈഡേ. പിങ്ക് ഇസ് എ ഫേവറബിൾ കളർ. പിങ്ക് എന്ന് നിങ്ങളുടെ വീടുകളുടെ എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ സ്വീകരണ മുറിയിൽ എന്തെങ്കിലും രീതിയിലൊരു ഡിഫറൻസ് വരുത്താൻ സാധിക്കും എന്നുണ്ടെങ്കിൽ കുറച്ച് പിങ്ക് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ പിങ്ക് കർട്ടൻസ്, വേ ഓഫ് ഡ്രസ്സിങ് കുറച്ച് പിങ്ക് ആക്കുക, ഒരു എല്ലാത്തിനും ഒരു പിങ്കിഷ് ടോൺ. ഇല്ലെങ്കിൽ ഇന്നൊരു പേര് ഇടാനൊരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും സ്വകാര്യമായിട്ട് പിങ്കി എന്ന് വിളിച്ച് വേണമെങ്കിൽ നമുക്ക് തുടങ്ങാം. തമാശക്ക് പറഞ്ഞതാണ്. പക്ഷേ ഇറ്റ് മാറ്റേഴ്സ് കേട്ടോ. ഈ കളർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു ദിവസം ആരംഭിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഒരു നന്നാക്കാം, ചിന്തയായാലും പ്രവൃത്തിയായാലും നമ്മുടെ ലക്ഷ്യങ്ങളായാലും എങ്ങനെ നന്നാക്കാം എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും നമ്മളൊരു ദിവസം ആരംഭിക്കുന്നത്. അങ്ങനെ ആവണം എന്നാണ് നമ്മൾ പുലർകാലത്തിലൂടെ പറയുന്നത്. സോ എന്തുകൊണ്ട് നമ്മൾ ഈ കളർ പറയുന്നു, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ സജഷൻസ് തരുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് ഫേവറബിൾ ആകട്ടെ, നിങ്ങൾക്ക് മനസ്സിന് സന്തോഷമുണ്ടാവട്ടെ. ഇത് ശരിക്കും കോമൺ ആയിട്ടാണ് ഞങ്ങൾ ഈ കളേഴ്സ് പറയുന്നത്. ഇന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള കളർ എന്നല്ല, ഇത് കോമൺ വേൾഡിൽ ദിസ് ഈസ് എ കോമൺ കളർ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാകുന്ന ഒരു ദിവസം ആശംസിക്കുന്നു. ഒരു ദിവസം ആരംഭിക്കുമ്പോൾ ഞാനൊക്കെ ചെയ്യുന്നത് രാവിലെ ഉണർന്നാൽ കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കർമ്മൂലേതു ഗോവിന്ദ പ്രഭാതേ കരദർശനം. ഈശ്വരനെ ഇങ്ങനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വീണ്ടും ഇതാ ഒരു സൺറൈസ് എനിക്ക് ദൈവം സമ്മാനിച്ചിരിക്കുകയാണ്. പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, എൻ്റെ നല്ല ആഗ്രഹങ്ങൾ പൂവണിയാനായിട്ട്, എനിക്ക് ആത്മവിശ്വാസം പകരുന്ന, എനിക്ക് പോസിറ്റീവ് എനർജി തരുന്ന കാര്യങ്ങൾ ഉണ്ടാവണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് ചെയ്യാനുള്ള ശക്തി തരണമേ എന്നാണ് തോട്ട് ഓഫ് ദി ഡേ. എന്താണ് താര പറഞ്ഞാൽ തന്നെ എലാബറേറ്റ് ആയിട്ട് തന്നെ പറയേണ്ടി വരും. കാരണം നല്ല ശുഭാരംഭം കുറിക്കാനായിട്ട് രാവിലെ എണീക്കുന്നതിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മളുടെ ഐഡിയലിസം, നമ്മുടെ പ്രിൻസിപ്പിൾസ്, നമ്മൾ ഓരോ കാര്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ്, നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കും തോറും നമ്മൾ അങ്ങനെ സക്സസിന് പുറകോട്ട് പോകുന്ന ഒരു റിവേഴ്സ് എഫക്റ്റാണ് അവിടെ ഉണ്ടാകുന്നത്. ഒരു കാര്യം ചെയ്യാനായിട്ട് രാവിലെ ഫോർ എക്സാമ്പിൾ പറയാം, രാവിലെ ഈ നമ്മളൊരു കോഫി ഉണ്ടാക്കി ഹസ്ബൻഡ് കൊടുക്കുക, അല്ലാതെ നമ്മുടെ കുട്ടികൾക്ക് ആഹാരം കൊണ്ട് കൊടുക്കുക, ഒക്കെ ഒരു പ്രിൻസിപ്പിൾസാണ്. ഒരു വൈഫിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചില പ്രിൻസിപ്പിൾസ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ അതിൽ പെടുന്നുണ്ട്, പക്ഷേ ആ കാര്യങ്ങളിലോട്ട് കിടക്കുന്നില്ല. പക്ഷേ നല്ല ഒരു എന്താ പറയുക, ഒരു കെമിസ്ട്രിയോ വർക്കൗട്ട് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ സക്സസ് വളരെ കയ്യെത്തും ദൂരെയാണ്. ഇത് ചെയ്യാതെ നമ്മൾ മനഃപൂർവ്വം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നമ്മളുടെ വർക്ക് ഷെഡ്യൂളിൽ നിന്ന് ഈ സാധനങ്ങളെല്ലാം മാറ്റി പോവുകയാണെങ്കിൽ ഫെയിലിയർ വിൽ ബി ദ ഓൺലി ആൻസർ ഫോർ ദാറ്റ്. എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ സത്യത്തെ കടപിടിച്ചുകൊണ്ട് ഞാൻ ചെയ്യും, അതിനപ്പുറത്തേക്ക് ഞാനൊരു കാര്യം ചെയ്യില്ല, അതിൽ നിന്ന് എന്തൊക്കെ നേട്ടങ്ങൾ വന്നാലും ഞാനത് മാറില്ല എന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടിൽ നിന്ന് അല്പം ഒന്ന് മാറിയാൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് പോകാറുണ്ട് പലരും. പക്ഷേ അതല്ല വേണ്ടതെന്നാണ് പറഞ്ഞത്. ഫെയിലിയർ വരുന്നത് നമ്മുടെ പ്രിൻസിപ്പിൾസ്, നമ്മുടെ ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ ഐഡിയൽസിനെ നമ്മൾ മറന്നു പോകുമ്പോഴാണ്. ഇൻ ദ ലോങ് റണ്ണിൽ വിജയം ഉറപ്പ് തന്നെയാണ്. ആ ഇൻറ്റഗ്രിറ്റി ഒരു മനുഷ്യനുണ്ടാവണമെങ്കിൽ ഇതൊക്കെ കടപിടിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ വിശ്വാസങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ, നിങ്ങളുടെ കൾച്ചർ, ഇതൊന്നും മറക്കാതെ തന്നെ മുന്നോട്ട് പോവുക. നിങ്ങളെ വിജയപാതയിലേക്ക് തന്നെ നിങ്ങളെ നയിക്കും. ഇതെല്ലാം പുലർകാലത്തിലൂടെ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന കുറേ തോട്ട്സ് മാത്രമാണ്. ഇതിന് പ്രാവർത്തികമാക്കി ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവർ തീർച്ചയായിട്ടും അതിൻ്റെ സക്സസ് അറിയും. സോ ഹാവ് എ സക്സസ്ഫുൾ ഡേ വിത്ത് us ആൻഡ് സ്റ്റേ ബാക്ക് വിത്ത് പുലർകാലം. നമ്മുടെ സിനിമാ പ്രേമികൾക്ക് സാധാരണ ഇങ്ങനെ ഇരിക്കണം നടൻ, അല്ലെങ്കിൽ ഇങ്ങനെ കഥാപാത്രം എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ചില കഥാപാത്രങ്ങൾ നമ്മൾ ഹോളിവുഡിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്, അല്ലേ? സ്പൈഡർമാൻ, ബാറ്റ്മാൻ എന്നൊക്കെ പറയുന്ന പോലെ. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഡ്രാക്കുള. അങ്ങനെയൊക്കെ ഒരു സിനിമ വന്നപ്പോഴത്തേക്കും കുട്ടികൾക്കത് കാണാൻ ഭയങ്കരമായൊരു ആഗ്രഹം. അത് 3D സിനിമ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, അല്ലേ? ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഡ്രാക്കുള എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകിയ നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം, ഞങ്ങളുടെ പ്രിയപ്പെട്ട സുധീർ. വെൽക്കം ടു പുലർകാലം. ഒത്തിരി വില്ലൻ കളിക്കുന്ന ആളാണ് കേട്ടോ. പക്ഷെ ജീവിതത്തിൽ പേഴ്സണലി ഇത്രയൊരു പാവം രാജകുമാരൻ. ഞാൻ എപ്പോഴാലോ ഈ വില്ലന്മാരൊക്കെ യഥാർത്ഥ ജീവിതത്തിൽ എത്ര പാവമാണ്. വില്ലന്മാരൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഞാനാണ് മര്യാദരാമനില് തുടങ്ങാം നമുക്ക്. പിന്നെ എനിക്ക് തോന്നുന്നത് എന്നോട് താരച്ചേച്ചി ഉൾപ്പെടെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്,
എന്നോട് അടുത്ത് കഴിയുമ്പോൾ ഞാൻ പാവാണെന്ന് പറയുന്നത് എനിക്കറിയില്ല. ദൂരെ നോട്ടത്തിലയ്യോ ഇത്തിരി പേടിയാവും. അത് കണ്ടിട്ടായിരിക്കണം വിനയൻ സാർ ഡ്രാക്കുളയിൽ എടുത്തതെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് ആദ്യം മര്യാദരാമൻ സംസാരിക്കാം, അത് കഴിഞ്ഞിട്ട് ഡ്രാക്കുളയിലോട്ട് പോവാം. മര്യാദരാമന്റെ വിശേഷങ്ങൾ പറയൂ, എങ്ങനെയുണ്ട്? മര്യാദരാമന്റെ അറിയാമല്ലോ, എൻ്റെ അമ്മയല്ലേ ഇരിക്കുന്നത്. പടം കണ്ടു. പടം അല്ല എന്താ പറയാ, പടം കണ്ട എൻ്റെ അമ്മയുടെ കൂടെ ഇരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പടം കണ്ടു, പടം നല്ല വിജയകരമായിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു സന്തോഷത്തിലാണ്. നിങ്ങളുടെ ക്യാരക്ടർ വരുമ്പോൾ ഉണ്ടാകുന്ന റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട് പബ്ലിക്കിന്റെ? വില്ലൻ ഭയങ്കരമായിട്ട് തന്നെയാണ്. എന്നാലും ഒരു ചെയ്ത സാധാരണ വില്ലൻ കഥാപാത്രങ്ങളിൽ നിന്ന് ഡിഫറെന്റ് ആണ്. ഒരുപാട് ദിലീപ് സിനിമകൾ ഒരുമിച്ച് നിങ്ങൾ ഒരുപാടല്ല ഞാൻ ചെയ്തതെല്ലാം ഹിറ്റുമാണ്. ഞാൻ ദിലീപേട്ടൻ്റെ കൂടെ ദിലീപേട്ടൻ എന്നെ സിനിമയെ കൊണ്ടുവരും. CD മൂസ, കൊച്ചി രാജാവ്, അത് കഴിഞ്ഞിട്ട് പിന്നെ റൺവേ, ലയൺ, ഇതെല്ലാം ഹിറ്റുകളാണ്. അപ്പൊ ഒരു ടീം തന്നെയുണ്ടല്ലേ ദിലീപിന്റെ ഒരു ഹിറ്റ് ഫോർമുലയുടെ ഒരു ടീം തന്നെയുണ്ട്. ഒരു വേഷം വരുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ആദ്യം അദ്ദേഹം പറയുന്നത് സുധീർ ഭായി വിളിക്കുന്നതായിരിക്കും. അത് അങ്ങനെ എന്തോ ഒരു മാനസികമായിട്ടൊരു ബന്ധം പണ്ട് പോലെ ഒരു ബന്ധം അല്ലേ? അതെ. വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു കാര്യം ചോദിച്ച് നമുക്ക് ഞാൻ ഇന്റർഫിയർ ചെയ്യാം. ഡ്രാക്കുള കുടിക്കുന്നത് എന്താ? ഡ്രാക്കുള കുടിക്കുന്നത് സാധാരണ ചോര കുടിക്കും. കുട്ടികൾ ചിലപ്പോൾ ചോദിക്കും ചോരയാണ് കൊക്കോളയാണോ? എന്താ അങ്ങനെ ചോദിച്ചാൽ? അല്ല, ഡ്രാക്കുള, രസഗുള, ഡ്രാക്കുളയ്ക്ക് ചില പ്രിയങ്കരമായ ചില സാധനങ്ങൾ കാണാം. കാരണം ഇപ്പൊ ഡ്രാക്കുള കൊച്ചുകുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. പണ്ടൊക്കെയാണ് സുധീറിന്റെ സിനിമ അത് ഞാൻ അഭിനയിച്ചതിന് ശേഷമായിരിക്കും കൊച്ചുകുട്ടികൾക്ക് ഇഷ്ടം. ആ സിനിമ കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് അല്ലേ? ആ പടം അല്ലേ? ശരിക്കും ഇപ്പൊ ആമുഖത്തിൽ പറഞ്ഞ പോലെ ബാറ്റ്മാൻ, അതുപോലെ തന്നെ സ്പൈഡർമാൻ, മലയാള പ്രേക്ഷകർക്ക് ഒരു കഥാപാത്രം ഡ്രാക്കുള എന്ന് പറയുന്നത് ഇന്നിപ്പോൾ സുധീർ തന്നെയാണ്. എന്നോട് മമ്മൂക്ക തമാശക്ക് എന്നോട് പറഞ്ഞു, സുധീർ ഡ്രാക്കുള ചെയ്തതിന് ശേഷം ഇപ്പം കുട്ടികൾക്കൊക്കെ ഭയങ്കര കോമഡിയാണ് ഡ്രാക്കുള. ഞാൻ ആ ഉദ്ദേശത്തിലാണ് ഞാൻ ചോദിച്ചപ്പോഴേ സുധീർ നോക്കി കാർട്ടൂൺ കോംപ്ലിമെന്റ് അല്ല, കുട്ടികളിലേക്ക് കുറച്ചുകൂടെ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അത് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ പിള്ളേരെ കുട്ടികളൊക്കെ പേടിപ്പിക്കാനൊക്കെ ഭയങ്കര പാടാണ്. അവര് കോഞ്ചറിങ് അങ്ങനെയുള്ള ഈ പടങ്ങളെ കണ്ടിട്ട് അവര് സത്യം പറഞ്ഞാൽ പേടിയില്ല. അവരെയൊക്കെ പേടിപ്പിക്കണമെങ്കിൽ വല്ല ഡൈനാമിറ്റൊക്കെ അടുത്ത് വെച്ച് പൊട്ടിച്ചപ്പോൾ അവർ പേടിക്കില്ല. അങ്ങനെയുള്ള പിള്ളേരെയൊക്കെ പേടിക്കാൻ നമ്മുടെ ഈ ഡ്രാക്കുള കൊണ്ടൊന്നും പറ്റില്ല പേടിപ്പിക്കാൻ. പക്ഷെ പേടിപ്പിക്കില്ലല്ലോ, ഒരു റീച്ചിങ് ടു ദ പബ്ലിക് തന്നെയാണ് ഒരു സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു വെറൈറ്റി അനുഭവമായിരുന്നു. അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ? ഒരുപാട് കഷ്ടപ്പെട്ടു. മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി ഒരുപാട്. അതിൽ അഭിനയിച്ചിട്ടേ നമ്മളെ തന്നെ ഒറ്റയ്ക്ക് ഹോട്ടൽ റൂമിൽ രാത്രി എത്തുമ്പോൾ കണ്ണാടി നോക്കാൻ പേടിയാവും? അതോ സ്വന്തം നമ്മുടെ രൂപം നോക്കുമ്പോൾ ചെറിയൊരു? പക്ഷേ ആ സമയത്ത് ഈ ബോഡി ബിൽഡ് ചെയ്ത് ഞരമ്പൊക്കെ അങ്ങ് പടച്ചു നിൽക്കുമ്പോൾ പല്ലൊക്കെ വെച്ച് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, ഡ്രാക്കുള എന്ന് പറഞ്ഞാൽ അതിൻ്റെ രൂപത്തിലൊക്കെ അത് ഒരു നന്നായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തന്നെ ഒരു പല്ലൊക്കെ വെച്ച് ആ മുടിയൊക്കെ വളർത്തി നോക്കുമ്പോഴത്തേക്കൊരു ആ ക്രിസ്റ്റഫർ ലീ ചെയ്ത ഒരു ഷേപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ചോദിച്ചത്. നടന്മാർ ചിലപ്പം ഞങ്ങൾ കഥാപാത്രമായിട്ട് മാറി എന്നൊക്കെ പറഞ്ഞ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. മമ്മൂട്ടി മോഹൻലാലും അല്ല, സുധീർ ഡ്രാക്കുള ആയപ്പോഴത്തേക്ക് ആരെ കണ്ടാലും ചോര കുടിക്കാൻ വേണ്ടിയിട്ട് അല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ പക്ഷെ സിനിമ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഡ്രാക്കുള എന്നുള്ള ആ ഒരു കഥാപാത്രത്തോട് ഞാൻ ഇഴുകി ചേർന്നായിരുന്നു. രാത്രികാലങ്ങളിൽ കറങ്ങി കിടക്കാൻ ഉറക്കമില്ലാതിരിക്കുക. 12 മണിയാവുമ്പോൾ ഞാൻ ഡ്രാക്കുളയുടെ ഷൂട്ട് മുഴുവൻ രാത്രിയിലായിരുന്നു മിക്ക ദിവസങ്ങളിലും. പകൽ കിടന്ന് ഉറക്കം. അത് റൊമാനിയയിലായിരുന്നു കുറച്ച് ദിവസങ്ങളിൽ, ഒരു 10-15 ദിവസത്തോളം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നാട്ടിലൊക്കെ വെച്ചാണ് കുറേ സിനിമയിൽ തുടക്കം വന്നത്. ദിലീപ് ആണ് കൊണ്ടുവന്നെന്ന് പറഞ്ഞു. ഏതാണ് ഫസ്റ്റ് പടം? ഏതായിരുന്നു? CD മൂസ ഉദയേട്ടൻ അവിടെ എന്താ പറയാ, നമ്മളെന്നൊരു സിനിമ ഉണ്ടായിരുന്നു കമൽ സാറിന്റെ, ജിഷ്ണു സിദ്ധാർത്ഥ. അത് കാണാൻ വേണ്ടി ഞാനും വൈഫും എല്ലാം കൂടെ കവിതാ തിയേറ്ററിൽ പോകുമ്പോൾ അന്നത്തെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ റോയിച്ചൻ കണിയാപുരം എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കൺട്രോളർ എൻ്റെ അടുത്ത് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം സുധീറിന് ആ റോയിച്ചൻ എനിക്കറിയാം, പുള്ളി എനിക്കറിയാം. അപ്പം അദ്ദേഹം പറഞ്ഞു, സുധീറിന് ഉദയേഷനെ അറിയുമെന്ന് ചോദിച്ചു. അറിയില്ല, ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അന്ന് അദ്ദേഹം ഏതോ എനിക്ക് തോന്നണേ
സുരേഷ് ഏതൊരു പടമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മുമ്പ്. അപ്പോൾ അവരുടെ ഒരു പുതിയ പടമുണ്ട്, അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെയാണ്. അപ്പം ഞാൻ എടുത്ത വൈകി ചോദിച്ചു, പുതിയ പടത്തിൽ എനിക്കൊരു വേഷം തരുമോ? അപ്പോൾ ഞാൻ എൻ്റെ ചോദ്യത്തിലെ കൗതുകം കൊണ്ടോ എന്താണെന്നറിയില്ല, ഒരു കാര്യം ചെയ്യും, നാളെ ഹൈവേ ഗാർഡനിലേക്ക് അവിടെ കാസ്റ്റിംഗ് നടപ്പുണ്ട്. ഭയങ്കര നിമിത്തമാണ്. അപ്പോൾ ഞാൻ ഹൈവേ ഗാർഡനിൽ ചെല്ലുന്നു. അന്ന് ഞാൻ ഈ മുടിയൊക്കെ കുറച്ചും ഇങ്ങോട്ട് ബാക്കിലോട്ടൊക്കെ ചെയ്യും, മീശയൊക്കെ വെച്ചിട്ട് ഒരു ജുബയൊക്കെ ഒരു ഭാഗവത ലുക്ക. അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞല്ലോ, കുറച്ചാൾ സന്യാസിയായിട്ട് നടക്കും, കുറച്ചാൾ മീശ പിടിച്ച് യോ ഫ്രീക്കൊക്കെ ആയിട്ട് നടക്കും. ഞാൻ പറഞ്ഞില്ലേ, ഏത് വേഷവും ഞാൻ എന്നെ സ്ഥിരമായിട്ടൊരു ഇന്ന രൂപത്തിൽ സുധീരനെ കാണുമെന്നുള്ള ഒരു ഐഡന്റിറ്റി എനിക്കില്ല. കാരണം ഞാനിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ സമയം ഇത് ചെന്നപ്പോഴാണ് ജോണിച്ചേട്ടൻ ആരോ അത് നമ്മുടെ പടത്തിലേതായാലും ഞാൻ ഇന്നലെ വെച്ച് വരാൻ പറഞ്ഞിരുന്നതാണ്. അതിലെന്ത് വേഷം കൊടുക്കാൻ? ഇയാളെ മറ്റേ ബോംബെ ഇയാളെ ഒന്ന് പുറത്ത് നോക്കി വിളിക്കാം. പിന്നെ അകത്ത് പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇവർ പറയുന്നത് എന്തറിയാമോ, ജോണിച്ചേട്ടൻ ഇയാളെ ഭാഗവതർ ലുക്കുണ്ട്, ഇയാളെ എന്ത് ചെയ്യാൻ ജോണിച്ചേട്ടൻ. അപ്പം പിന്നെ അത് ജോണിച്ചേട്ടൻ തന്നെ പറഞ്ഞത്, ഭാഗവതർ ലുക്കുണ്ട്, എന്ത് ചെയ്യാനാ നമുക്ക്. അപ്പോൾ അവർ തമ്മിൽ തീരുമാനിച്ചു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇയാളെ കൊണ്ടൊന്ന് മുട്ടയടിപ്പിച്ചാലോ. മുട്ടയടിച്ച് ഷേവ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പം ഫിഗർ മാറും. അപ്പോൾ എന്നെ ഒഴിവാക്കാൻ വേണ്ടി ഒന്നാന്നറിയില്ല, എന്നോട് ദിലീപേട്ടനുണ്ട്. ദിലീപേട്ടൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒന്ന് മുടിയൊന്ന് പറ്റവെട്ടി ഷേവ് ചെയ്ത് വരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാം. ഉടനെ തന്നെ അന്നൊരു ചൊവ്വാഴ്ച ദിവസം ബാർബർ ഷോപ്പ് ഒന്നും ഏതൊരു ഷോപ്പ് തല്ലി തുറന്ന് മുടിയൊക്കെ ഡ്രിം ചെയ്തൊരു 10 മിനിറ്റ് വന്നു. ബെല്ലടിച്ചു. യെസ്, ആരാ? പുറത്ത് നിൽക്കും. നിങ്ങൾ നേരത്തെ വന്ന ആളല്ലേ? വാ വാ വാ. എന്നെ കൊള്ളാം കേട്ടോ, ഇപ്പം ആ ലുക്ക് മാറി, അവരുദ്ദേശിച്ച ക്യാരക്ടർ. അങ്ങനെയാണ് CID മൂസ എന്നുള്ള സിനിമയിൽ അതങ്ങനെ ഒരു ചെയ്യാനുള്ളൊരു മനസാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ സുധീറിനല്ലേ, അതാണ് ഒരു വഴിത്തിരിവായത്. അതാണ് ഒരു കഥാപാത്രം സിസേറിയൻ ബേബി എന്ന് പറയുന്നത്. മരണം എന്നുണ്ടെങ്കിൽ പ്രസവിച്ചിരിക്കും. ചൊവ്വാഴ്ച ബാർബർ ഷോപ്പ് ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ബാർബർ ഷോപ്പിന് വേണം നമ്മൾ താങ്ക്സ് പറയാൻ. ദിലീപിന്റെ ഗ്രേറ്റ് ഹിസ്റ്ററി, ഒരു നല്ലൊരു ആക്ടറിനെ മലയാളം സിനിമയ്ക്ക് കിട്ടിയില്ലേ? ഒരു വലിയ സംഭവമാണോ? അല്ല, ഒരു സിനിമ എന്ന് പറയുമ്പോൾ നായകനും നായികയും മാത്രമല്ലല്ലോ, അതിൻ്റെ അകത്ത് വേറെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അത് കൈകാര്യം ചെയ്യാനും ഒരുപാട് ആർട്ടിസ്റ്റുകൾ വേണ്ടേ നമുക്ക്, അല്ലേ? ഇപ്പം ഒരു വില്ലൻ ഉണ്ടെങ്കിലേ ഒരു ഹീറോ ഉള്ളൂ. രക്തം കുടിക്കാൻ സമയം എന്ന് പറയുന്ന പോലെ അത് മാത്രമല്ല, പുലർകാലം ആയതുകൊണ്ട് ഞങ്ങൾ ചായ കുടിക്കാൻ സമയം. ഇപ്പോൾ അറ്റ് പ്രസന്റ് എന്താണ് സുധീർ, എങ്ങനെ പ്രോജക്ട്സ്? എനിക്ക് തുറക്കാൻ വയ്യ. പ്രോജക്ട്സ് ഒക്കെ, ലേറ്റസ്റ്റ് പ്രോജക്ട്സ് ഒക്കെ എന്താണ്? ഇപ്പം ശക്തി വേണം. മര്യാദരാമൻ ചെയ്തിരിക്കുന്ന സമയത്ത് ലൈല ഓ ലൈല എന്ന് പറഞ്ഞാൽ ലാൽ സാറിൻ്റെ പടം, ജോർജ് സാറിൻ്റെ. അപ്പോൾ അത് ജോർജ് സാറിൻ്റെ പടത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ എന്താ പറയുക, എന്താണ് സംഭവം, എന്താ ക്യാരക്ടർ പോലും ഞാൻ ചോദിക്കില്ല. കാരണം ജോർജ് സാറിൻ്റെ പടത്തിൽ എന്ന് പറഞ്ഞാൽ ചോദിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് എന്തെങ്കിലും ഒരു സീനാണെങ്കിലും ചെയ്യാൻ കാണും, എന്തെങ്കിലും കാര്യമില്ല വിളിക്കില്ല. അതാണ് എന്തെങ്കിലും സംഭവം. ഇന്ന ആള് വേണം. ജോർജ് സാറിൻ്റെ ഇപ്പം ഞാൻ എല്ലാ പടത്തിലും ഞാൻ ജോർജ് സാറിൻ്റെ എനിക്ക് തോന്നുന്നത് 4 പടം ചെയ്തു. 4 പടത്തിലും എല്ലാം ഒരു സീനെ ചെയ്തുകൊണ്ട് ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ സുധീറിനെ വിളിക്കുക എന്ന് സാറ് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ പതിവ് പോലെ ഞാൻ CID മൂസയിലൊക്കെ ചെയ്തൊരു ക്യാരക്ടറാണ്. ഞാൻ മനസ്സുകൊണ്ട് അങ്ങനെ ഒരു ക്യാരക്ടറും ചെയ്യണ്ട. കാരണം എൻ്റെ ഈ ഒരു ഹിന്ദി നോർത്ത് ഇന്ത്യൻ ലുക്കുള്ളതുകൊണ്ട് ഒരു മലയാളി എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി ഇല്ലായിരുന്നു എനിക്ക്. അതാ മാറ്റി എനിക്ക് തോന്നുന്നത് ഡ്രാക്കുളോട് വന്നതോടുകൂടി പിന്നെ ഞാൻ ഒരു മലയാളത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് മാറ്റാൻ വേണ്ടി നോക്കിയപ്പോൾ അതിനും എന്തോ അപ്പുറത്തേക്ക് പോയി. പിന്നെ ഹോളിവുഡിൽ അങ്ങോട്ട് പോയി. പിന്നെ അതിൽ നിന്ന് തിരിച്ച് വരാൻ എന്നോട് ബെന്നിച്ചേട്ടനാണ്. ബെന്നിച്ചേട്ടൻ പറഞ്ഞു, സുധീർ ഒരു കാര്യം ചെയ്യും, ഒരു നാടൻ ക്യാരക്ടർ ചെയ്യും, ഒരു റൗഡി, ഒരു ഗുണ്ട വേഷം ചെയ്യും. അപ്പോൾ അങ്ങനെ ആകുമ്പം തനി മലയാളിത്തമുള്ളൊരു ഇതാവുമല്ലോ. അപ്പോൾ പിന്നെ ബയ്യ എന്നുള്ള ഒരു സിനിമ അവരെഴുതി, കുഞ്ചാക്ക ബോബൻ, ബിജു മേനൻ കൂട്ടുകെട്ടില്ലേ, ബയ്യ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവരുടെ ഇങ്ങോട്ട് ചെന്ന് ക്യാരക്ടറൊക്കെ പറഞ്ഞ പോലെ മുടിയൊക്കെ വെട്ടി കുറച്ച് ഈ കളറൊന്നും വേണ്ട, കുറച്ച് വെയിൽ കൊള്ളുക,
വെയിൽ കൊണ്ട് കുറച്ച് കറുത്ത് മീശയൊക്കെ വെച്ച് കണ്ണൊക്കെ അങ്ങ് ഗ്ലാമർ ഒരു വലിയ ഗ്ലാമർ കളഞ്ഞ് കുറച്ച് വയറൊക്കെ ഈ 6 പാക്ക് എന്ന് പറഞ്ഞ് പാക്കൊക്കെ ഇങ്ങനെ മസിലേക്ക് ഇതൊക്കെ ഒന്ന് കളയാൻ പറ്റുമോ? അവർ തമാശയ്ക്ക് പറഞ്ഞതാണ്. ഒരിക്കലും ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇങ്ങനെ 2 വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പാക്കുകളും മസിലൊക്കെ കളയാനുള്ള മനസ്സ് കാണിക്കുമെന്ന് അവരൊട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞു 1 മാസം തരുമോ എനിക്ക്? അവിടെ തുടങ്ങാൻ 1.5 മാസമുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ മസിൽ വേണ്ട, കുറച്ച് വയറൊക്കെ ചാടിക്കോട്ടെ. ഈ പാക്ക് നിൽക്കുന്ന പിന്നെ ഒരു കുടവയറിലേക്ക് എത്താനൊക്കെ ഞാൻ പിറ്റേ ദിവസം തൊട്ട് ഞാൻ ശരിക്കും എൻ്റെ ഡയറ്റെല്ലാം വിട്ടിട്ട് വർക്കൗട്ട് ലൈറ്റായിട്ട് ചെയ്തുകൊണ്ട് ഫുഡ് കഴിച്ചു. 1 മാസം കൊണ്ട് ബയ്യ എന്നുള്ള സിനിമയിൽ മണികണ്ഠൻ എന്നുള്ള ക്യാരക്ടറായി. ആ ഡ്രാക്കുള എന്നുള്ള സിനിമയിൽ ആ ഒരു ഫിസിക്കുന്ന നേരെ ഓപ്പോസിറ്റ്. ഒരിക്കലും പൊളിച്ച എന്നെ കൊണ്ട് കഴിയും. ഒരു 1.5 മാസം കൊണ്ട് 2 വർഷം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബോഡി 1.5 മാസം കൊണ്ട് ഞാൻ എല്ലാം കളഞ്ഞിട്ട് പഴയതിനേക്കാളും വികൃതമാക്കി. അങ്ങനെ ഒരു അത് കാണിച്ചു. അതാണ് പിന്നെ രണ്ടാമത്തെ എന്താ പറയുക, ഈ ഡ്രാക്കുളയ്ക്ക് ശേഷം ഒരു എന്താ പറയുക ചേഞ്ച്, ഒരു മലയാളി എന്നുള്ള രീതിയിൽ അങ്ങനെ അത് ചെയ്തുകൊണ്ടാണ് ഈ മര്യാദരാമൻ എന്നുള്ള സിനിമയിൽ പിന്നെ ഒരു നാടൻ ക്യാരക്ടർ കിട്ടിയത്. അപ്പോൾ പിന്നെ ബോംബെ ക്യാരക്ടർ ചെയ്യേണ്ട കുറേ നാളത്തേക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോർജ് സാർ വിളിക്കുന്നത്. ഇന്നപോലെ ജോർജ് സാറിൻ്റെ പടത്തിൽ ഇന്നപോലെ ഒരു ബോംബെ ഹിന്ദിക്കാരൻ ക്യാരക്ടർ. ഉടനെ അപ്പോൾ ഉണ്ടായിരുന്ന ആ താടിയും ഒക്കെ പഠിച്ച് കളഞ്ഞിട്ട് മീശ പിടിച്ച് കുറച്ച് മേക്കപ്പ് ചെയ്യുമ്പോൾ പിന്നെയും പഴയ പോലെ എന്താ പറയുക ഫ്ലെക്സിബിൾ ആണല്ലേ. അതായി ഇപ്പൊ അതിനകത്ത് ചെയ്തത്. ടിപ്സ് ഫോർ ദി ഓഡിയൻസ്. ഒരു സീസണലായിട്ടുള്ളൊരു പ്രശ്നമാണ് ഡ്രൈ കഫ് അല്ലേ രാജേട്ടാ? നമ്മൾ ഈ ഡ്രൈ കഫ് എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമായിട്ട് വരുന്നത് വേറെ സ്ഥലത്തൊന്നുമല്ല. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവതാരകരായ ഞങ്ങൾക്ക് ഇതൊക്കെ പിടിപെടാൻ സാധ്യതയുള്ളതാണ്. ഈ ഡ്രൈ കഫ് എന്ന് പറയുന്നത് ഒരുപാട് സംസാരിക്കുകയും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർ അതുപോലെ തന്നെ നല്ലൊരു പബ്ലിക് സ്പീക്കിംഗ് സ്ഥലത്ത് നല്ലൊരു മൈക്കൊക്കെ എടുത്ത് ഒന്ന് സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ എന്നൊക്കെ പറഞ്ഞ് ഇറ്റ് ഇറിറ്റേറ്റ്സ് ദ പബ്ലിക്. ഇത് എത്രമാത്രം ഇറിറ്റേഷൻ ഉണ്ടാകുന്നുള്ളത് പബ്ലിക് പറയാത്തതുകൊണ്ടാണ്. പക്ഷേ അതിനൊരു നല്ല റെമഡിയാണ് നമ്മൾ പുലർക്കാലത്തിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. ഒരു ടിപ്പാണത്. പഴയ കാലത്ത് എല്ലാവരും പ്രയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഒറ്റമൂലി എന്ന് പറയാം. ചൂട് പാല്, നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് പനങ്കൽക്കണ്ടിടുക, കുറച്ച് നെയ്യ് ഒഴിക്കുക, എന്നിട്ടത് കുടിക്കുക. ചൂടാറ്റിയിട്ട് കുടിക്കണം. പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ചുമക്കാൻ പറ്റാതായി. ഓക്കെ രാജേട്ടൻ എല്ലാവരും കോമഡി. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയൊരു കാര്യം ഞാൻ വിഡ്രോ ചെയ്യുകയാണ്. ഡ്രൈ കഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ബാഡ് ക്വാളിറ്റി. അതൊരു ഇറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി. നമ്മളെല്ലാം ചെയ്യുന്നതാണ്. ഒന്ന് പ്രിപ്പറേഷൻ ഓഫ് എ ടോക്കിംഗ് സ്റ്റൈൽ. അങ്ങനെ ഏത് തരത്തിലുള്ള ഒരു അസുഖം ഉണ്ടെങ്കിലും ഈ റെമഡി ഇറ്റ് വിൽ സോൾവ് ദ പർപ്പസ്. ചൂട് പാലില് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പനങ്കൽക്കണ്ട്, കുറച്ച് നെയ്യ് ഒഴിച്ച് കുടിക്കാൻ പാകത്തിന് ചൂടാവുമ്പോൾ കുടിക്കുക. നിങ്ങളുടെ ഡ്രൈ കഫ് മാറി കിട്ടും. എല്ലാ പുലർക്കാലത്തിലും ഞങ്ങൾ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, യു ഹാവ് ടു കൺസൾട്ട് എ ഡോക്ടർ. കാരണം നമ്മൾ ഈ പറയുന്ന ഒരു ഡോക്ടർ മെഡിസിൻ മാത്രമാണ് എല്ലാ സോൾവ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് എയ്ഡ് എന്ന രീതിക്കാണ് ഇത് പറയുന്നത്. വലിയ കോംപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. താങ്ക് യു. താങ്ക് യു. മലയാള സിനിമയ്ക്ക് നല്ല നടന്മാരാണ് ആവശ്യം അല്ലേ? 6 പാക്ക് ഒക്കെ ഒരു ബോളിവുഡ് സ്റ്റൈലിലോട്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. എന്താണ് സുധീറിൻ്റെ അഭിപ്രായം? എന്താണ് ശരിക്കും ഈ 6 പാക്ക് വേണോ അതോ സാധാരണ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ എന്തിനാ വെറുതെ എനിക്ക് തോന്നുന്നത് മമ്മൂക്കയുടെ ശരീരം കറക്റ്റാണ്. അതാണ് മലയാള സിനിമയ്ക്ക് ആവശ്യം. കാരണം ഫിറ്റായിരിക്കണം. ഈ പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യമുള്ളതാണ്, സുധീറിനെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ആരോമലുണ്ണിയായിട്ടൊക്കെ അഭിനയിക്കാൻ പറ്റിയ മുഖമാണ്. ഞാൻ പലപ്പോഴും അറിയിക്കും. ഞാൻ മുമ്പ് ഒരു 79-80 കാലഘട്ടത്തിലാണ് ഞാൻ അഭിനയിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനന്ന് ആരോമലുണ്ണിയൊക്കെ ആയിപ്പോയി. ഈ സമയത്ത് ഒന്നാമത് ഇവിടെ പിടിച്ചു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഉള്ളവരൊക്കെ എന്താ പറയാ, ഇവിടെ പുതിയ പിള്ളേരൊക്കെ വരുന്നവരൊക്കെ ഈ ചെറുവിരല് ദക്ഷിണ വായിക്കേണ്ട പിള്ളേരാണ് വരുന്നത്. പിടിവിട്ട അഭിനയമുണ്ട് ഇവിടെയൊക്കെ. പോർട്രേറ്റില് ഇപ്പോൾ സുധീറിനൊരു പോർട്രേറ്റ് എടുത്തിട്ട് ഒന്ന് മാറ്റി റീഇൻകാർണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വടക്കൻ കഥകൾക്കൊക്കെ ഒരുപാട് സ്കോപ്പുണ്ട്. സിനിമയൊക്കെ വന്നാൽ തീർച്ചയായിട്ടും സുധീറിന് ഇഷ്ടമാണോ അങ്ങനത്തെ കഥാപാത്രം?
നല്ല എന്താ പറയാ വാൾപേറ്റ് നടത്തിയല്ലേ നമ്മൾ അഭിനയം പഠിച്ചത്. ആരോമലുണ്ടെയും കണ്ടപ്പനുണ്ടെയും ഇത് കഴിയുമ്പോഴത്തേക്ക് സുധീറിന്റെ വീട്ടിൽ കോളിംഗ് ബെൽ അടിക്കും, ഒരു വടക്കൻ കഥാപാത്രം വരികയാണ്. അല്ലേ എന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം യാദൃച്ഛികമാണ്. സീരിയലാണോ തുടക്കം? അല്ല, സീരിയല് തുടങ്ങിയ സിനിമ തുടക്കം. അത് കഴിഞ്ഞ് ആ സമയം ഈ AD മൂസ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ദുർഗ എന്നുള്ള സീരിയൽ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്താ പറയാ മിന്നുകെട്ട് എന്നുള്ള ഒരു സീരിയലാണ്. ഒരു കാലഘട്ടം തന്ന ഒരു സീരിയലായിരുന്നു അല്ലേ? 5 വർഷം ചെയ്തു ഞാൻ. സിനിമയിൽ നിന്ന് ഒരു വലിയ ഗ്യാപ്പ് വന്ന സംഭവം അതാണ്. കാരണം 5 വർഷം ഈ സീരിയൽ അങ്ങ് ആ മിന്നുകെട്ടിൽ ഉണ്ണി എന്നുള്ള ക്യാരക്ടറായിട്ട് ജീവിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ആ ഗ്യാപ്പിലൊക്കെ സിനിമ, അതാണ് സിനിമ എന്നൊരു ഇത് വന്നത്. പിന്നെ ആ ഗ്യാപ്പാണ് ഡ്രാക്കുളയിലേക്ക് എത്തിച്ചത്. ഡ്രാക്കുളയല്ല, യക്ഷിയും ഞാനുമാണ് ആ ഗ്യാപ്പിന് ശേഷം യക്ഷിയും ഞാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ വിനയ് സാറിന്റെ കൂടെ 3 പടം ചെയ്തു. 3ാമത്തെ പടമാണ് ഡ്രാക്കുള. ആദ്യത്തെ പടം യക്ഷിയും ഞാനും. അത് കഴിഞ്ഞിട്ട് രഘുവിന്റെ സ്വന്തം റസിയ. വിനയ് സാറിന് അങ്ങനെ ഒരു വലിയൊരു കഴിവുണ്ട്. ഞാൻ അദ്ദേഹത്തിനെ കാണുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹി ഹാസ് ഗോട്ട് എ മാജിക്കൽ വാൻഡ്. പുള്ളി വളരെയധികം ആൾക്കാരെ വളരെ ചൂസി ആയിട്ടൊരു ഹീറോ, ഒരു വില്ലനെയൊക്കെ എന്താ മലയാള സിനിമയ്ക്ക് സ്ഥിരപ്രതിഷ്ഠ നേടിക്കൊടുക്കുന്ന ഡയറക്ടറാണ്. വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ഇങ്ങനെ വന്നോളും. പുറകിലുള്ള കാര്യങ്ങൾ വേറെ, അഭിപ്രായ വ്യത്യാസങ്ങൾ, സന്തോഷങ്ങൾ. ടൈറ്റിൽ റോൾ കിട്ടിയത് ഡ്രാക്കുളയുടെ തന്നെയാണ്. ടൈറ്റിൽ റോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്നുള്ള സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അഭിനയിക്കാൻ തുടങ്ങുമ്പോഴാണ് എനിക്ക് ഈ ഇൻഡസ്ട്രിയുള്ള ഇത്ര ആ സീരിയലിൽ ഞാൻ മുന്നേറ്റ് നിന്ന് വന്നുകൊണ്ട് ഇവിടുത്തെ ഈ വലിയ സംഭവങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊരു ഫുൾ ടൈം സിനിമാക്കാരനാകാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് സിനിമയിലെല്ലാം അപ്പോൾ ഞാൻ വിനയ് സാറിൻ്റെ പടത്തിൽ ഞാൻ ഡേറ്റ് കൊടുത്തു. ഞാനിങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് ഈ പടത്തിൽ അഭിനയിക്കാമെന്ന് എഗ്രിമെൻ്റ് ചെയ്ത് അഡ്വാൻസൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാണ് ഇവിടെ ഇൻഡസ്ട്രിയുടെ ചെറിയ പ്രോബ്ലംസൊക്കെ ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന സിനിമയ്ക്കകത്തും അഭിനയിക്കുന്നുണ്ട്, ജോർജ് സാറിൻ്റെ പടം. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, അത് പിന്നെ ഞാൻ ഈ പടത്തിൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഒന്നും മിണ്ടിയില്ല, ആരും ചെയ്തു, കുഴപ്പമില്ല എന്നുള്ളത്. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്താ പറയുക, ഇതിൽ അഭിനയിക്കുന്നു പറഞ്ഞ് കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് ആ മറ്റേ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്നുള്ള പടത്തിൽ നിന്ന് മാറേണ്ടി വന്നു. അത് വിട്ടു. അന്ന് തിലകൻ ചേട്ടൻ്റെ പ്രോബ്ലമൊക്കെ ഇഷ്യൂ ആയിരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ, ഞാനൊരു വിഷയമല്ല, ഞാൻ ആരും ശത്രുവല്ല, എന്നെ കൊണ്ടുവന്നൊരു ഉദയേട്ടനൊക്കെ തന്നെയാണ് ആ പടം ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ആ പടത്തിൽ നിന്ന് മാറേണ്ടി വന്നു. പിന്നെ ഇദ്ദേഹത്തിനോട് വാങ്ങിച്ച അഡ്വാൻസും അതിനകത്ത് അഭിനയിച്ച് തുടങ്ങിയുണ്ട്, അതിൽ തന്നെ ഞാൻ തുടർന്നു പോയി. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റിയും അദ്ദേഹത്തിൻ്റെ എന്താ ഞാൻ അങ്ങ് കൂടെ അങ്ങ് നിന്നു. അത് കഴിഞ്ഞ് ഞാൻ ആത്മാർത്ഥമായിട്ട് എന്താ പറയുക, ഒന്ന് ഈ ഡ്രാക്കുള വരെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പം നിന്നാണ്. ഇൻഫർമേഷൻ ടു ദ പബ്ലിക്. ഈ ഒരു മാസം മുഴുവൻ നമ്മളൊരു ട്രാഫിക് അവബോധം തന്നെയാണ് വയ്ക്കുന്നത്. റൂൾസ് ഉണ്ട്, എല്ലാവർക്കും അറിയാം. നമ്മൾ ചിലർ ഫോളോ ചെയ്യും, ചിലർ ഫോളോ ചെയ്യാറില്ല. പക്ഷേ നമ്മൾ ഈ പുലർകാലത്തിലൂടെ ഇതിനെ സ്ട്രെസ് ചെയ്യാൻ കാരണം അത് അത്ര അത്യാവശ്യമായതുകൊണ്ടാണ്. അതൊരു മാൻഡേറ്ററി ആണ്, അത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ എല്ലാവർക്കും അതുകൊണ്ട് പ്രയോജനമുള്ളൂ, നന്മയുള്ളൂ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. തന്നെയാണ് ഈ മോർണിംഗിൽ ഇപ്പോൾ എല്ലാവരും ഒരു വാക്കിംഗ്, എല്ലാവരും ഡോക്ടേഴ്സ് ഇൻസ്ട്രക്ട് ചെയ്യുന്നത് തന്നെ നിങ്ങൾക്കുള്ളിൽ നടക്കണം എന്നൊക്കെയാണ്. പക്ഷെ നടന്നു പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പെഡസ്ട്രിയൻസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറയുന്നത്. വണ്ടികളൊക്കെ വളരെ സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ധൃതിയാണ് നടക്കണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഓപ്പോസിറ്റ് സൈഡ് നിങ്ങൾ നടക്കാൻ ശ്രമിക്കുന്ന, ഇപ്പം നിങ്ങൾ ഇങ്ങനെയാണ് നടക്കുന്നത്, നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് എവിടെയാണോ, അതായത് ഇന്ത്യൻ ട്രാഫിക് റൂളിൽ നമ്മൾ പോകുന്നത് ലെഫ്റ്റിൽ കൂടെയും വരുന്നത് റൈറ്റിൽ കൂടെയാണ് വണ്ടികൾ. അപ്പം നിങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റ് പോയാൽ 2 രീതിയാണ്. ഒന്ന്, ഓടിച്ചു വരുന്ന വണ്ടികൾക്ക് നിങ്ങളെ കാണാൻ പറ്റും, നിങ്ങൾക്ക് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളെയും കാണാൻ സാധിക്കും. ഒരുപക്ഷെ നിങ്ങൾ ലെഫ്റ്റിലാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ പുറകിൽ നിന്ന് ഒരു വണ്ടി ലെഫ്റ്റിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് റൂൾ തെറ്റിച്ച് വരുന്ന ഒരാൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല. അവിടെ നിങ്ങളുടെ വിധി കുറിക്കപ്പെടുകയാണ് അവിടെ. സോ യു ഹാവ് ടു ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. നേരത്തെ പറയാൻ പറ്റുന്നത് ഫുട്പാത്ത് ഉള്ള സ്ഥലത്ത് ഫുട്പാത്തിലൂടെ നടക്കുക, അല്ലെങ്കിൽ ഫുട്പാത്ത് തന്നെ കീപ്പ് ചെയ്യണം. ഫുട്പാത്ത് ഇല്ലാത്ത റോഡുകളിൽ നിങ്ങൾ പോകുന്ന വശത്തിന്റെ റൈറ്റ് സൈഡ് യൂസ് ചെയ്യുക. നിങ്ങൾ സേഫായിട്ട് നടക്കാൻ നിങ്ങളെ സഹായിക്കുന്നുള്ളത്. തീർച്ചയായിട്ടും അത് ശരിക്കും നടക്കുന്നവർക്ക് മാത്രമാണ്, സൈക്കിൾ സ്കൂട്ടറിനല്ല. പെഡസ്ട്രിയൻസിന് മാത്രമുള്ള ഒരു ടിപ്പാണ് നമ്മൾ പറയുന്നത്.
കൈൻഡ്ലി യൂസ് ഫുട്പാത്ത് ഇല്ലാത്ത റോഡുകളിൽ റോഡിന് നിങ്ങൾ പോകുന്ന ദിശയിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് വേണം നിങ്ങളത് യൂസ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ വണ്ടി ഓടിച്ചു വരുന്ന ആൾക്ക് നിങ്ങളെ കാണാൻ സാധിക്കുകയുള്ളൂ, ആക്സിഡൻറ്റ്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പുലർക്കാലത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് സേഫായിട്ടുള്ള ഒരു മോർണിംഗ് വാക്ക്, സേഫ് ആയിട്ട് നിങ്ങൾ നടക്കുക. അത് ഒരു എക്സസൈസായിട്ട് നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം. ഒപ്പം മറ്റുള്ള വണ്ടികൾക്ക് നിങ്ങൾ എതിരെ വരുന്നതും അതേപോലെ നിങ്ങളുടെ ബാക്കിൽ വരുന്ന വണ്ടികൾക്ക് നിങ്ങളെയും കൂടെ സഹായിക്കാൻ സാധിക്കും, അല്ലേ? ദാറ്റ്സ് ഇറ്റ്. ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് തരാൻ പറ്റുന്നത് ഞങ്ങൾക്ക് പരമാവധി ലിമിറ്റേഷൻസ് ഉണ്ട്, എന്നാലും കൺവേ ചെയ്യപ്പെട്ടു എന്നറിയുന്നു. നല്ല ഒരു പുലർക്കാലം ഞങ്ങളോടൊപ്പം ആസ്വദിക്കൂ, നന്നായിട്ട് നടക്കൂ, ദേഹ ആരോഗ്യം വീണ്ടെടുക്കൂ. എനിക്ക് അതാണ് എൻ്റെ ഏറ്റവും വലിയ ബലം എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കൾ. നല്ല സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്നെ ഈ എന്താ പറയുക, ഈ ഡ്രാക്കുള സിനിമ ചെയ്തപ്പോൾ 2 വർഷക്കാലം ഈ ബോഡി ബിൽഡിങ്ങും ആഹാരം കഴിയും മാത്രമായിട്ട് നിന്നപ്പോഴും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തത് എൻ്റെ സുഹൃത്തുക്കളാണ്. അവരാണ് എന്നെ സാമ്പത്തികമായിട്ടും ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നിട്ടില്ല. ഒരാൾക്ക് ഒരു ബോഡി ബിൽഡ് ചെയ്യുമ്പോൾ കഴിക്കേണ്ട ഹൈ ക്വാളിറ്റി ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കോസ്റ്റ്ലി ഒരു മാസം 1 മാസം 1 ലക്ഷം രൂപയുടെ അടുത്തുള്ള ഫുഡ്, ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ പൗഡർ ഉൾപ്പെടെ. ഇന്നത്തെ കുട്ടികൾ ബോഡി ബിൽഡിംഗ് അതിനുള്ള ആസ്തി ഉണ്ടോ എന്ന് കൂടി ആലോചിക്കാം. നമ്മള് ഈ ചോറും പിന്നെ എന്താ പറയാ മീൻകറിയും കഴിച്ചുകൊണ്ട് ബോഡി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയാ, ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിലെ സാമ്പാർ സിക്സ് പാക്കിന്റെ ആവശ്യമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കുടവയറും വെച്ചോണ്ട് ഒരു ഡ്രാക്കുള എന്ന് പറഞ്ഞ് വരുമ്പോ ഒന്നാമത് സുധീറിനത് ആവശ്യമുണ്ട്. ഒരു സാധാരണക്കാരൻ 6 പാക്കിന്റെ പോകേണ്ട ആവശ്യമുണ്ടെന്ന് ചോദിക്കാം. അത് ഓരോരുത്തരുടെ ക്രേസ് ആണ്, അതൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ബോഡി അത് ഓരോരുത്തരുടെ പാഷൻ, ഓരോരുത്തരുടെ ക്രേസ് ആണ്. ഫിറ്റ്നസ് ഫൈൻ, ഫിറ്റ് ആയിരിക്കും, അസുഖമില്ലാതിരിക്കുക, നമുക്ക് ജോലി ചെയ്യാനും ഉന്മേഷം ഉണ്ടാക്കാനൊക്കെ ഫൈൻ. പക്ഷേ ഈ 6 പാക്ക് പറഞ്ഞാൽ ഈ 1 lakh ചെലവാക്കി ഒരാള് ഈ ഒരു 6 വരെ 3 വരെ അല്ലേ ഉണ്ടാക്കേണ്ട കാര്യം. അല്ലെങ്കിൽ സൽമാൻ ഖാൻ അത് നല്ലതാണ്. അങ്ങനെയുള്ള ബോഡിയൊക്കെ, ഇത് ബോഡി ബിൽഡേഴ്സിന്റെ ബോഡിയെ പറ്റിയാണ് ഇത് അർച്ചിച്ച് പറയുന്നത്. ബോഡി ബിൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ആ കോമ്പറ്റീഷന് വേണ്ടി മാത്രമേ അവരുണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് അവർ അതും കൊണ്ട് നടക്കാറില്ല. പിന്നെ അത് അവർ ആ സമയം അത് കഴിഞ്ഞ് ഓഫ് സീസണിൽ അവർ ഇഷ്ടം ഫുഡൊക്കെ കഴിച്ചിട്ട് ആ സമയം മാത്രമേ അവർ ചെയ്യും. ബോഡി ഇരിക്കുന്നതാണോ നല്ലത്, അതോ ഇപ്പൊ സുധീർ ഇരിക്കുന്ന നോർമൽ ആയിട്ടിരിക്കുന്നത്? ഏതാണ് സുധീറിന് ഇഷ്ടം? എനിക്ക് 2 ഇഷ്ടം. അല്ല, ഏറ്റവും ഇഷ്ടം അല്ല, അത് എന്താണെന്നറിയോ, ഒരു അതായത് ഇപ്പം രാജേന്ദ്രൻ പറഞ്ഞ പോലെ ഇപ്പം സുധീറിനെ കാണാൻ ഒരു കോലമായി അല്ലെങ്കിൽ ഭംഗിയുണ്ട് നേരത്തെ പറഞ്ഞ പോലെ. ചിലർ പറയുന്നു, അയ്യോ ആ മസിലെവിടെ, അത് എന്ത് രസമായിരുന്നത്, അത് എങ്ങനെ എന്ന് ഓരോരുത്തരുടെ ടേസ്റ്റാണ്. ചിലര് പിന്നെ നമുക്ക് തിരിച്ചു ചോദിക്കാം, നിങ്ങളുടെ കാശ് എവിടെ, ഞാൻ മസിലുണ്ടാക്കാം ടോണിൽ ചോദിക്കണം. ഈ ചോദ്യം വളരെ സിമ്പിൾ ആണ്. വി ഷുഡ് ബി, അത് ഇന്നസെന്റ് ഒക്കെ ആൻസർ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? എന്ത് ചോദ്യത്തിനും അദ്ദേഹം തിരിച്ചൊരു ഒറ്റ അടിയോടുകൂടിയുള്ള ഒരു ആൻസറാണ്. അതുപോലെ ചോദിക്കാം എല്ലാവർക്കും, മസിൽ എവിടെ ഉണ്ടാക്കാൻ എന്ത് മാത്രം പാടുപെട്ട് കാണും. കാരണം ഒന്നും പറയണ്ട, ആലോചിക്കുമ്പോൾ 1 മാസം കൊണ്ട് അതിനെ കളയാൻ പറ്റിയ ഒരു 1.5 മാസം ഷൂട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ഇതെങ്ങനെ ആയി എന്ന് തോന്നി. അന്ന് പോകാൻ വലിയ പാടൊന്നുമില്ല, ശരീരത്തിൽ ഫാറ്റ് കയറാൻ വലിയ പാടൊന്നുമില്ല. കാര്യം കഷ്ടപ്പെടുന്നത് ഈസിയാണ് തടി വയ്ക്കാൻ, മറ്റതാണ് വലിയ പ്രയാസം. പൈസ ചെലവ്, ഇത് ഒന്നുമില്ല. എന്താ പറയാ, ചോറ് 3 നേരം ചോറ് കഴിക്കുക, കപ്പ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വലിച്ചു വാരി തിന്നുക, മീൻ ഇതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ തന്നെ ഓരോ സൈഡിൽ ഇങ്ങനെ ചാടാൻ തുടങ്ങിക്കും. അത് ഈ 2 സൈഡിൽ ഇങ്ങനെ 2 ചിറകൊക്കെ വരും. വിങ്സ് അല്ല, താഴെ. പക്ഷെ ഒരു മലയാളിയുടെ ഇപ്പോഴും ഒരു സൗന്ദര്യബോധം കുറച്ചിങ്ങനെ ചളക്കമുളകാതൊക്കെ ഇരിക്കുന്ന അല്ലേ? ഒരു ന്യൂ ജനറേഷനോട് അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ന്യൂ ജനറേഷൻ പടത്തിൽ അഭിനയിക്കുന്നത്. ഇതുവരെ അങ്ങനെ അങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ, സുധീർ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് ന്യൂ ജനറേഷൻ പടത്തിൽ എവിടെയെങ്കിലും. അഭിനയില്ലല്ലോ, അതിനകത്ത് മുഴുവൻ ബിഹേവിയർ. സിനിമ കാണുമോ സുധീർ? പിന്നെന്താ, എല്ലാ സിനിമയും കാണും? മിക്ക പടം കാണാം. അന്യഭാഷകളിലോട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ട്രൈ ചെയ്യുന്നു? അന്യ ഭാഷയിലൊന്നും. ഡ്രാക്കുള എന്നുള്ള സിനിമ 3 ഭാഷയിൽ ഇറങ്ങിയ പടം. അവിടെ ഭയങ്കര ഫേമസ് ആണ് സുധീർ അല്ലേ? പിന്നെ ഡ്രാക്കുള ഇന്ത്യൻ സിനിമയിൽ
ഒരു ഡ്രാക്കുളേ ഉള്ളൂ, ഞാൻ മാത്രം. വാ, ഇന്ന് വരെ അങ്ങനെ ഒരു സിനിമ എടുക്കാൻ ആരും വണ്ടി ചോറായിട്ട് മണ്ണിച്ചാൽ തുടങ്ങിയത്. പക്ഷേ ഞാൻ എന്റെ കുറെ സിൽസ് കണ്ടു. എന്റെ ദൈവമേ, അതുപോലെ ഇരുന്നു സുധീർ അല്ലേ? ആ മറ്റേ നിരീക്ഷണ ക്യാമറയില് പിടിക്കപ്പെടുന്ന മറ്റേ അതല്ലേ? അതെന്തായി ആ സിനിമ? ആ സിനിമ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, എൻ്റെ പൂജ എല്ലാം കഴിഞ്ഞു. സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് മലയാളം, ഹിന്ദി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് നല്ലൊരു ബാനർ, രാം ഗോപാൽ വർമ്മയുടെ അസോസിയേറ്റ് എല്ലാം പ്ലാൻ ചെയ്ത് ഞങ്ങൾ തുടങ്ങാൻ പോയപ്പോഴത്തേക്ക് ഇവിടെ ബണ്ടി ചോറെന്ന് പറഞ്ഞ് വേറൊരു പടം തുടങ്ങി. ഞങ്ങൾ ബണ്ടി എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തു. ഇപ്പോൾ ബണ്ടി ചോറെന്ന് പറഞ്ഞ് ഓൾറെഡി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അത് റിലീസായി, ഓടിയില്ല, പടം പോയില്ല. അപ്പോൾ ഞാൻ അതിനുവേണ്ടി തയ്യാറായി. വിളക്ക് പൊട്ടിച്ചു, മസിൽ വെച്ചുകൊണ്ട് തന്നെ ലീനായിട്ട് കവളൊക്കെ വേറൊരു രൂപ മുടിയൊക്കെ. അപ്പോൾ അത് നടന്നില്ല. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ഒരു നടൻ അല്ലെങ്കിൽ ഒരു നടി എന്ന് പറയുന്നത് ഒരു കഥാപാത്രത്തിന് വേണ്ടി അവരെന്ത് മാത്രമാണ് സഹിക്കുന്നത്. നമ്മൾ ഈ കാണുന്നത് സ്ക്രീനിൽ കണ്ട് ഇത് കൊള്ളാം, ഇത് കൊള്ളില്ല എന്ന് എളുപ്പം പറയുന്നത് ഒരു ലാഘവത്തോടെ അവരത് ചെയ്യാൻ പെടുന്നൊരു പാട് അല്ലേ? എത്ര വേറൊരു മെനക്കേട്. ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും അവരെന്തുമാത്രം ഒരു വർഷമൊക്കെ പ്രയാസപ്പെട്ടാണ് ഒന്നര വർഷം അല്ലേ? 2 വർഷം പ്രയാസപ്പെട്ടാണ് ഡ്രാക്കുളയുടെ ഒരു ശരീരഘടന ഉണ്ടാക്കിയെടുത്തത്. 1.5 മാസം ഭക്ഷണം കഴിച്ചാണ് പിന്നീട് അത് മാറ്റിയത് അല്ലേ? ബണ്ടി ചോറാവൻ അതിലും വേറെ ഒരു രീതിയിൽ. അങ്ങനെ ഓരോ കഥാപാത്രങ്ങൾക്ക് നമ്മൾ എടുക്കുന്ന ഒരു സ്ട്രെയിൻ, മലയാള സിനിമയെ സംബന്ധിച്ചുള്ള അത്രയൊരു സ്ട്രെയിൻ എടുക്കുന്ന എത്ര പേരുണ്ടാവും തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? സംവിധാനമൊക്കെ താല്പര്യമുണ്ടോ അതോ ഉള്ളി അഭിനയം? അറിയാവുന്ന പണി, മറ്റൊന്നും അറിയില്ല. സുധീറിന് ഒരു മോഡലിംഗിന്റെ ഒരു എനിക്ക് അതുകൊണ്ട് താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് ആ ബോഡിയൊക്കെ ഉള്ള സമയത്ത് ഞാൻ ഇങ്ങനെ 2-3 വാട്സാപ്പിലൊക്കെ കിടിലോ ഫോട്ടോസ് ഒക്കെ ഇപ്പോഴും ഞാൻ ഇപ്പോഴത്തെ കാര്യം പറയാൻ വന്നതാണ്. ഫുൾ വന്നു എടുത്തിട്ടുണ്ടോ? അവരൊക്കെ ചെയ്തിട്ടില്ലേ? പ്രൊഫൈലൊക്കെ ചെയ്തിട്ടില്ലേ? ഇല്ല, ഞാനത് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് ഡാലുവിനോട് ഞാനിങ്ങനെ പറഞ്ഞു, ഇവിടെ ഡാലു കൃഷ്ണ പറഞ്ഞു എനിക്ക് മോഡലിങ്ങിൽ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സൈക്കോളജി അറിയാം കേട്ടോ. ഞാനിങ്ങനെ ആഡ് ചെയ്യാനുള്ള എനിക്ക് താല്പര്യമുള്ള ഫീൽഡായിരുന്നു. പിന്നെ ഈ എന്താ പറയുക, ബേസിക്കലി ഒരു ചെറിയ ഉഴപ്പനാണ്. ഒരു കാര്യം ഞാൻ ഫോളോ ചെയ്യില്ല. ആരാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത് ഓരോന്ന് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു മടിയനെ? എൻ്റെ കെട്ടിയോള് തന്നെ. അത് പറയണ്ടേ? പ്രിയ. താരച്ചിയുടെ ശിക്ഷയാകാൻ പോവാണ്. ഇപ്പൊ ഇവിടെ യോഗ, എന്താ പറയാ, സിനിമാറ്റിക് ഡാൻസ് എല്ലാം പോകുന്നുണ്ട്. അതിന്റെ കൂടെ താരച്ചിയുടെ കൂടെ ശിക്ഷയാകാനുള്ള സന്തോഷമാണ് കേട്ടോ പ്രിയ വരുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ പോയി തരച്ചിയെ കണ്ടു. അപ്പോൾ ഏതായാലും അടുത്ത ദിവസം തന്നെ. ഇതെന്താ കാരണം എന്നറിയോ? ഞങ്ങൾ ആ മര്യാദരാമൻ്റെ സെറ്റിൽ കുറേ സമയം കിട്ടുമായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഞാനിങ്ങനെ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുമായിരുന്നു. എനിക്ക് എങ്ങനെയും ഈ സമയം ഒന്ന് പോകണം, നമ്മൾ വെറുതെ ഇരുന്നിട്ടേ ഇല്ലല്ലോ. അപ്പോൾ സിനിമ സെറ്റിൽ പോയാൽ വെറുതെ ഇരുന്ന് മുഷിഞ്ഞിട്ട് ഡാൻസ് പഠിപ്പിച്ചപ്പോൾ അപ്പുറത്തൂടി ഒന്ന് സുധീർ ഒന്ന് ഡാൻസ് കളിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സുധീർ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ സീരിയസ് ആയിട്ടൊരു 5-6 ക്ലാസ് എൻ്റെ അടുത്ത് വന്ന് പഠിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരാളൊന്ന് പഠി, അദ്ദേഹം വന്ന് പഠിച്ചു. പിന്നെ അവിടെ ഒരു ഡാൻസ് ഒരു ക്ലാസ് തന്നെ നമ്മള് ഒരു 65 ദിവസത്തോളം ഉണ്ടായിരുന്നല്ലേ അവിടെ. അത്രയും സ്പേസ് ഉണ്ടായിരുന്നു അവിടെ. ഒരുപാട് ദിവസങ്ങൾ ഇത്രയും പോയതറിഞ്ഞില്ല. ശരിക്കും ഞാൻ സുധീറിനെ നന്നായിട്ട് അറിയുന്നത് അവിടെ പോയിട്ടാണ്. എൻ്റെ ഒരു മകനായിട്ട് അഭിനയിക്കാൻ അന്ന് എന്നെ വിളിച്ചപ്പോഴേ പറഞ്ഞു, 2 തടിയൻ 2 ആളുകളുടെ അമ്മയായിട്ട് അഭിനയിക്കുമോ? ഞാൻ പറഞ്ഞു തടിയൻ്റെ അമ്മയെങ്കിലും ഓക്കെ, തടിയൻ്റെ അമ്മ ഞാൻ റെഡി. ഇപ്പൊ സുധീറൊക്കെ പറഞ്ഞ പോലെ ഞാനും 2 കൽപ്പിച്ച് അവിടെ ചെയ്തു. ഇന്നിപ്പോൾ സുധീറിനെ കണ്ടിയോ, സുധീറിൻ്റെ അമ്മയായിട്ടാണോ? പക്ഷെ എനിക്കൊന്ന് ഞങ്ങൾ വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. വില്ലൻ ക്യാരക്ടർ ചെയ്ത് ഇവരെ നമ്മൾ അധികം വിളിച്ചാലേ പാവാന്ന് അറിയുള്ളൂ. മിണ്ടാതിരിക്കുമ്പോഴത്തേക്ക് ഇവരെന്ത് ഭയങ്കര ക്രൂരനാണ്, പേടിക്കും, എല്ലാവരും പേടിക്കും. പൊന്നമ്മ ചേച്ചി പറഞ്ഞു കേട്ടോ, ഈ സുധീർ ഇത്ര പാവമായിരുന്നു. പക്ഷേ സുധീറിനെ പറ്റി ഞാൻ വിചാരിച്ചിരുന്ന അങ്ങനെയല്ല. കുറച്ചൊക്കെ ഒരു ഇമേജ് മറ്റുള്ളവർ കൊടുക്കുന്നത് ഭയങ്കര. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് സത്യയോട് സംസാരിച്ച് ചേട്ടനായിട്ടൊരു വില്ലനുണ്ട്, തെലുങ്ക് നടൻ. പുള്ളിയോടൊന്ന് സംസാരിച്ചറിയാം, ഇത്രയും ഒരു പാവം മനുഷ്യൻ അല്ലേ, വില്ലത്തരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു മനുഷ്യനാണ് ഈ വില്ലത്തരം മുഴുവൻ കാണിക്കുന്നത്. അതാണ് സിനിമ എന്ന് പറയുന്നത്. ഫുള്ളായിട്ട് നമ്മൾ അഭിനയമാണ്, ഒന്നും
അല്ലേ? യഥാർത്ഥത്തിൽ അവരെ കഥാപാത്രങ്ങൾ അങ്ങനെയല്ല എന്നുള്ളതാണ്. മര്യാദരാമനിൽ ഒരു ഭയങ്കര വില്ലനായിട്ട് തന്നെ പ്രേക്ഷകർ മനസ്സിലാക്കിക്കോട്ടെ. കാരണം എങ്കിലും അതാ സിനിമയെ സംബന്ധിച്ചിടത്തോളം സത്യമാണ്. ക്രെഡിറ്റ് ആ വില്ലനും കൂടി ഷെയർ പോസ്റ്റർ മുഴുവൻ സുധീറൊക്കെ തന്നെയാണ്. 3 വില്ലന്മാരിങ്ങനെ വാള് അതൊക്കെ വെച്ച് ഒരുപാട് നിങ്ങൾ കഷ്ടപ്പെട്ടില്ലേ? ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ? ഇനി വേറെ ലാംഗ്വേജിലോട്ട് കയറാൻ ഇതൊരു ഗേറ്റ് വേ ആണോ? അതൊക്കെ അല്ല, ഇതൊരു ഗേറ്റ് വേ ആണോ ശരിക്കും? വന്നോളും. അത് ഓഫറുണ്ട്. അത് സമയം മര്യാദരാമൻ അതിന്റെ ഗേറ്റ് തുറക്കുകയാണോ? അത് ചിലപ്പോൾ ആയിരിക്കട്ടെ. നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്ത് സിനിമയിൽ എന്ത് സംഭവിക്കും. ഇത് എന്താ പറയുക, ഈ സിനിമയിൽ തന്നെ ഈ മര്യാദരാമനിൽ തന്നെ ഞാൻ അവസാന നിമിഷമാണ് ഞാൻ വന്നത്. എല്ലാം ഈ 3 പേരും തെലുങ്കിൽ തന്നെ വയ്ക്കണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു ഈ ക്യാരക്ടർ ചിലപ്പോൾ സുധീർ ചെയ്യും എന്ന് പറഞ്ഞു, കഥയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അവർ ഒരു 3 തെലുങ്കിൽ നിന്ന് ആളുകൾ വയ്ക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. എനിക്ക് തോന്നുന്നു ഒരാളെ വച്ച് അവർ പരീക്ഷിച്ചു, നോക്കി അവരെ ചെയ്തെന്നു. പക്ഷേ അത് നമുക്ക് കഴിക്കാനുള്ള ചോറ് നമുക്ക് ഈ എന്താ പറയാ, ധാനേ പെ ലിഖായ ഖാന വാലേ ക നാം എന്ന് പറഞ്ഞ പോലെ അത് എനിക്കുള്ള വേഷമാണ്. അത് അതിലും മാറാൻ പറ്റില്ല. അത് കറക്റ്റാണ്. അന്ന് പറഞ്ഞ പോലെ ഈ അന്യഭാഷയും ഹിന്ദിയും തെലുങ്കും തമിഴൊക്കെ വരും. പുലർക്കാലം എങ്ങനെയാണ് ഒരു മോർണിംഗ് ഗെറ്റപ്പ്? ഇപ്പോഴത്തെ പുലർക്കാലം എന്ന് പറഞ്ഞാൽ ഞാൻ ഷൂട്ടില്ലെങ്കിൽ 8 മണിക്ക് എണീക്കും, പിന്നെ എൻ്റെ കാര്യങ്ങളിലേക്ക് പോകും. മുമ്പൊക്കെ അങ്ങനെയല്ലായിരുന്നു. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ 2 വർഷത്തിന് മുമ്പൊക്കെ 4 മണിക്ക് എണീറ്റ് ഓട്ടോ, ബോഡി ബിൽഡിങ്ങും ജിമ്മിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് 10 മണിയാവും. പിന്നെ കുറച്ച് നേരം റെസ്റ്റ്, ഫുഡൊക്കെ കഴിച്ച് കിടന്നിട്ട് പിന്നെന്താ ഒരു ട്രെയിനറെ വെച്ചിരുന്നു, മിസ്റ്റർ ഇന്ത്യ ലെക്സ് വർഗീസിനെ. അദ്ദേഹത്തിനെ എൻ്റെ ട്രെയിനറായിട്ട് 1 വർഷത്തോളം ഞാൻ കൂടെ താമസിപ്പിച്ചു. എന്തൊക്കെ പാടല്ലേ ഈശ്വര. ഈ ട്രെയിനർ പറയുന്നതേ കഴിക്കാവൂ. ഇത് കഴിഞ്ഞ് നമ്മൾ കഴിക്കുന്നത് എഗ് വൈറ്റ്, എന്താ പറയുക, ചിക്കൻ ബ്രസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ജ്യൂസ് ഐറ്റംസ്. അതൊന്നും ഇങ്ങനെ കുക്ക് ചെയ്യാണ്ടാണോ കഴിക്കുന്നത്? ബോയിൽ ആവിക്ക് ഉപ്പാ ഭ്രാന്തൊക്കെ പിടിക്കും. അത് തന്നെ ബോഡി ബിൽഡേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഫുഡ് ഇതെല്ലാം കൂടെ ചെന്നിട്ട് തന്നെ ഒരു രുചി ഉണ്ടാവില്ല. അതിൽ പ്രോട്ടീൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കാർബോ പേരിന് വേണ്ടി മാത്രം കുറച്ച് ഗോതമ്പിൻ്റെ പുട്ടോ എന്തെങ്കിലും കഴിക്കും. കാർബോ എനർജി വേണമെന്നുണ്ടെങ്കിൽ കാർബോ. ഇങ്ങനെ നല്ല ഫുഡ് കഴിച്ചിട്ട് 2 വർഷക്കാലം ജീവിച്ചു ഞാൻ. സുധീറിനൊരു ലൈറ്റർ സൈഡ് ഉണ്ട്. സംഗീതമൊക്കെ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും പാട്ട് കേൾക്കുന്ന, പാട്ട് എനിക്ക് ഈ പഴയ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചില പാട്ടുകളോട് ഭയങ്കരമായ എനിക്ക് ഏത് പാട്ട് പാടിയാലും അതിൻ്റെ ഫസ്റ്റ് എന്താ പറയുക, പല്ലവി മുഴുവൻ അല്ലെങ്കിൽ അനുപല്ലവി, ഇത്രയും സംഭവം ഞാൻ പഴയ പാട്ടിൽ ഒരു പാട്ടും അറിയാതില്ല. അതൊരു എനിക്ക് എല്ലാ വരികളും അറിയാം. പാടാൻ ഗായകനല്ല, പക്ഷെ എനിക്ക് സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുത്തിനെ. ഞാൻ പാടുന്നവരെ പാടാറുണ്ടോ? ഞാൻ കുറച്ച് പാടും. കുറച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ചില ഫംഗ്ഷനൊക്കെ ചെന്നിട്ട് കരാക്കെ കിട്ടൊക്കെ പാടി. കഴിഞ്ഞ ദിവസം ഞാനും പൊന്നമ്മ ചേച്ചി കൂടെ, പൊന്നമ്മ കൂടെ ഒരു ഫംഗ്ഷൻ പോയപ്പോഴത്തേക്ക് ഞാനൊരു പാട്ട് പാടിയപ്പോൾ സുധീർ പാടുമായിരുന്നു. അങ്ങനെയൊന്നുമില്ല, ആഗ്രഹത്തും കൊണ്ട് പാടുക. സമൂഹ ഗാനം നമ്മൾ ഏകദേശം സമയമായി വരികയാണ്. അപ്പം ഇഷ്ടമുള്ള പാട്ടുകളുടെ ഒരു ലിസ്റ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് കേട്ടിട്ട് ഏതെങ്കിലും കുറച്ച് അങ്ങനെ ചോദിച്ചെനിക്ക് പറയാം. ഏതെങ്കിലും പാട്ട് പറഞ്ഞു നോക്കിയാൽ ആയിട്ടൊരു പാട്ട് പറയാം. അല്ല, ഞാൻ പറഞ്ഞു പുത്തൻ വലക്കാര്, പിന്നെ ആ പാട്ടറിയാമോ? ചാകര. അങ്ങനെയല്ല, എനിക്കറിയാം പുള്ളിയുടെ ഒരു ടേസ്റ്റ്. പുന്നപ്പറക്കാരേ പുറക്കാട്ടുകടപ്പുറത്ത് ചാകര ചാകര ചാകര. അത്ര മതി. ഇനി അടുത്ത പാട്ടിന്റെ 4 പേര് ഇഷ്ടമുള്ളൊരു പാട്ട് പറയാം. എത്ര പാട്ടുകൾ പറയുമായിരുന്നു? പാട്ട് ഞാൻ പറയാം. ഏതൊരു പാട്ട് പറയാം. അല്ല, ഏത് അങ്ങനെ ചോദിച്ചാൽ ഏത് പാട്ട് പറഞ്ഞു? നളദമയന്തി കഥയിലെ അരയന്നം പോലെ കുണുങ്ങി കുണുങ്ങി പോകും പെണ്ണെ പൂമിഴിയാളെ മലർമിഴിയാളെ. ഒരു മണിമണ്ഡപത്തിൽ ഒരു ശുഭമുഹൂർത്തത്തിൽ നവയുഗ ദമ്പതികൾ ഞാനും നീ. അല്ല, മിക്ക വരി എനിക്കവരെ. ഏതൊരു പാട്ട് പറഞ്ഞാൽ ഞാൻ പാട്ട് പറഞ്ഞു. നീ മായുന്നിതാ പോലും ജീവന്റെ കണ്ണീരു
പോകും നീ. അങ്ങനെയൊക്കെയാണ് തോന്നുന്നു. വേറെ ഒരു പാട്ടൂടെ തര. വേറെ പാട്ട്. മഞ്ഞലയിൽ മുങ്ങിത്തോത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. പ്രിയ ഓർത്തൊക്കെ പാടാം അല്ലേ? വന്നില്ലല്ലോ പ്രിയേ. പാട്ട് എത്ര എങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പാട്ട് എന്ന് പറഞ്ഞാല് ഒരു പാട്ട് പാടിയാൽ എനിക്ക് അറിയില്ല എന്ന് ഞാൻ പറയില്ല. കാര്യം പിന്നെ എനിക്ക് പുതിയ ഇപ്പൊ ഇറങ്ങിയ പാട്ടുകളെ അറിയാൻ പറ്റും. ചന്ദ്രകാന്തം നെഞ്ചിരിയിലലിയും ജീവരാഗം, നീലവാനിലലിയുന്നു രാഗമേഘം, നെഞ്ചിരിയിലലിയുന്നു ജീവരാഗം. നെഞ്ചിരിയിലലിയുന്നു ഈ പുലർകാലം. സുധീർ എന്ന നടൻ നിങ്ങൾ അധികവും കണ്ടിരിക്കുന്നത് ഒരുപാട് വില്ലൻ വേഷങ്ങളിലൊക്കെയാണ്. പക്ഷേ സുധീറിന് വളരെ ലൈറ്ററായിട്ടുള്ളൊരു ഷെയ്ഡാണ് ഞങ്ങൾ ഇന്ന് അവതരിപ്പിച്ചത്. വളരെ മ്യൂസിക്കലായിട്ട് ഞങ്ങൾ ഇന്നത്തെ ദിവസം തുടങ്ങി. എന്ത് നല്ല റൊമാൻറ്റിക് സ്മൈലാണ് സുധീറിൻ്റെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വില്ലനാവണം, കാരണം ആയിക്കോളൂ, അതൊക്കെ കുഴപ്പം. പക്ഷേ ദർ ഇസ് എ ബ്യൂട്ടിഫുൾ സ്മൈൽ. സുധീറിനെ ശരിക്കും ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കത്തില്ല. തിരിഞ്ഞു പോകും. എന്താണെന്നറിയോ, എല്ലാവരും മുമ്പിൽ എന്റെ പറയുമ്പോൾ കാണുമ്പോഴേ ഭയങ്കര അഹങ്കാരിയാണെന്നൊരു തോന്നുന്നില്ല. മരമൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, മുമ്പൊക്കെ ഈ മസിലൊക്കെ ഉള്ളപ്പോൾ 2 ഇഷ്ടിയൊക്കെ എടുത്ത് കക്ഷത്തിലൊക്കെ വെച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ഇവനെന്തോ ഭയങ്കര സംഭവമാണ്. തലതിരിച്ചൊക്കെ പോയിക്കളെ. ഞാൻ ഹലോ ചേട്ടാ നമസ്കാരം, ആ എന്നിട്ട് അവന് എന്നോട് എന്നാലും ഒരു അവർക്ക് അത് ഈ ഹൈറ്റും സന്തോഷമായി. ഞങ്ങളുടെ പിള്ളേർക്കാലത്ത് വളരെ മ്യൂസിക്കലാക്കി അതിനെ ചോദിക്കുന്ന പാട്ടുകൾക്കെല്ലാം വളരെ കുട്ടികളെ പോലെ വളരെ സിമ്പിൾ ആയിട്ട് മറുപടി പാട്ടുമായി വന്ന സുധീർ. ഞങ്ങള് കുറച്ചാൾക്ക് മുമ്പ് ഒരു ഈ സംഗീതത്തോടുള്ള ഇഷ്ടമൊക്കെ കൊണ്ട് ഞങ്ങൾ റിഥം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു 2-3 വർഷക്കാലം അത് ഗംഭീരമായിട്ട് പോയി. ഞങ്ങൾ എല്ലാ മാസത്തിലും ഒരു ഗെറ്റ് ടുഗദറൊക്കെ വെച്ച് പാട്ടൊക്കെ. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി അത് ഇപ്പം കുറച്ച് നാളായിട്ട് അത് നിന്നുപോയത്. കുറച്ച് നമുക്കിനി അത് രണ്ടാമത് തുടങ്ങണം എന്നുള്ളതിനെ പറ്റി. അപ്പം നമുക്ക് ഇനിയിപ്പം സംഗീതത്തെ സ്നേഹിക്കുന്ന സംഗീത തറവാട്ട് ജനിച്ച ചാർച്ചിച്ചിയുടെ കൂടെയൊക്കെ ജീവനിൽ നമുക്കൊരു കരോക്കി ക്ലബ്ബ് തന്നെ തുടങ്ങാം സുധീറിന്. ഡ്രീം കം ട്രൂ. ഒരുപാട് സിംഗേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ഇപ്പൊ പാടി നിർത്തിയതുപോലെ ആ ഒരു ചിരി പോലെ സംഗീതം പോലെ സന്തോഷമായിരിക്കട്ടെ ഇനി മുന്നോട്ടുള്ള യാത്ര. പാടട്ടെ. ഒരുപാട് നല്ല അവസരങ്ങൾ ഉണ്ടാവട്ടെ, മോഹങ്ങളൊക്കെ പൂവണിയായിട്ട്. താങ്ക് യു സോ മച്ച് ഫോർ അവർ ഗസ്റ്റ്. താങ്ക് യു സുധീർ. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ജീവൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നല്ലൊരു പുലർകാലം. ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ ധാരാളം സെൽഫി വന്നിട്ടുണ്ട്. സെൽഫി ഓഫ് ദ ഡേ ആരാണ് നമുക്ക് നോക്കാം. ഗ്രേറ്റ്. എപ്പോഴും പറയുന്ന പോലെ ക്ലിക്ക് എ ഗുഡ് സെൽഫി ആൻഡ് സെൻഡ് ഇറ്റ് ടു അസ്. ജീവൻ പുലർക്കാലം നിങ്ങളുടെ സെൽഫിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എപ്പോഴും. ക്വസ്റ്റ്യൻ ഓഫ് ദ എപ്പിസോഡ്. അതെ, ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രാക്കുള എന്ന ഈ മലയാളത്തിലിറങ്ങിയ സിനിമ സംവിധാനം ചെയ്തത് ആര്? എളുപ്പമുള്ളൊരു ചോദ്യമാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഡ്രാക്കുള ഇപ്പോൾ അതിൽ അഭിനയിച്ച നടനാണ് നമ്മുടെ ഇന്ന് ഗസ്റ്റായിട്ട് വന്നത്. ആ ചിത്രം സംവിധാനം ചെയ്ത്, ഞാൻ ഇംഗ്ലീഷ് സിനിമയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, സുധീർ അഭിനയിച്ച ഡ്രാക്കുള എന്ന സിനിമ. ആ ചിത്രം സുധീറിന് വഴിത്തിരിവും കൂടിയാണ്. അതെ, ആ സിനിമ സംവിധാനം ചെയ്ത സംവിധായകൻ്റെ പേരെന്താണ്? ഞങ്ങൾ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ എഴുതി അറിയിക്കേണ്ട വിലാസമായിട്ട് ഞങ്ങൾ പറഞ്ഞില്ലെങ്കിലും എങ്ങനെയാണ് ഞങ്ങളെ അറിയിക്കേണ്ടതെന്നുള്ളത് സ്ക്രീനിൽ തെളിഞ്ഞിട്ടുണ്ട്, ത്രൂ ഔട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം അടങ്ങുന്ന സെൽഫീസ്, ഇതെല്ലാം കൂടി ചേർത്ത് ഒരു ബമ്പർ പ്രൈസ് എവറി മന്ത് ഉണ്ട്. ആ ഡ്രോയിന് പ്രൈസ് എന്ന് പറയുന്നത് എവറി ഡേ ദർ ഈസ് എ പ്രൈസ്, എവറി വീക്ക് ദർ ഈസ് എ പ്രൈസ്, എവറി മന്ത് ദർ ഈസ് എ പ്രൈസ്. അതിൻ്റെ സമ്മാനം എന്ന് പറയുന്നത് നല്ല ഒരു റിസോർട്ട്, സോമതീരം ആയുർവേദിക് ബീച്ച് റിസോർട്ടിൻ്റെ ഒരു സ്റ്റേ ആണ്, ഒരു വീക്കെൻഡ്.
ഒരു വീക്കെൻഡ് തന്നെ ഒരു ആയുർവേദിക് ബ്രീസോടുകൂടി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ ജസ്റ്റ് ടേക്ക് ഒരു ദിവസത്തിന്റെ നിങ്ങളുടെ ക്ഷീണം മുഴുവൻ മാറ്റാൻ റെജുവനേഷനോട് കൂടി വന്ന് തിരിച്ച് ആ ഉണർവോട് കൂടി വരാനായിട്ട് ഒരു കംഫർട്ടബിൾ സ്റ്റേ ആണ് നമ്മൾ തരുന്നത്. മിസ് ചെയ്യേണ്ട. തീർച്ചയായിട്ടും സെൽഫി, ആൻസേഴ്സ്, അഭിപ്രായങ്ങൾ ഒക്കെ ഞങ്ങളെ അറിയിക്കുക. അതിൽ നിന്നായിരിക്കും ഒരു വിജയം ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. പ്രേക്ഷകർക്ക് ഇപ്പോൾ ദേ ക്യാൻ ഗോ ആൻഡ് ടേക്ക് എ പേപ്പർ, റൈറ്റ് ഡൗൺ നിങ്ങളുടെ ആൻസേഴ്സ്. അതുപോലെ തന്നെ ഒരു മൊബൈൽ അടുത്തുണ്ടെങ്കിൽ എടുക്കുക, ക്ലിക്ക് ചെയ്യുക. എല്ലാം ഒറ്റയടിക്ക് നടക്കട്ടെ. പുലർക്കാലം വളരെ വളരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വളരെ നല്ല അഭിപ്രായങ്ങളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഞങ്ങളുടെ സ്റ്റാൻഡേർഡ്സ് കീപ്പ് അപ്പ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ ടീം ക്രൂസ് എല്ലാവരും അതിനുവേണ്ടിയൊക്കെ ഓരോരുത്തരും വർക്ക് ചെയ്യുന്നുണ്ട്. വി വിൽ മേക്ക് ബെറ്റർ എപ്പിസോഡ്സ്. ഇതിൻ്റെ എല്ലാം പുറമെ ഏറ്റവും ബെസ്റ്റ് എപ്പിസോഡായിരിക്കും ഇനി മുതൽ പുലർകാലത്തിലൂടെ നിങ്ങൾ കാണുന്നത്. വീണ്ടും നമുക്ക് നാളെ പുലർകാലത്തിൽ കാണാം. ഇതേ സമയം കാണാം. അണ്ടിൽ ദെൻ നമസ്കാരം.